അനുഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 4ാമത്തെ ധ്യാനമാണ് അടുപ്പിച്ച് കൂടുന്നത്. എല്ലാ ധ്യാനത്തിനും ബ്രദർ വിസ്തുവാനയുടെ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് തുടങ്ങി തീരുന്ന വരെ 2 ദിവസം ഉണ്ടാവും ക്ലാസ്. 2 ദിവസം വിസ്തുവാന ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ മേലും മുഴുവനും 2 കൈയിലാണ് കൂടുതൽ ഇങ്ങനെ വടിയെടുത്ത് അടിക്കണ പോലത്തെ ഒരു അനുഭവമാണ്. കയ്യിലൊക്കെ ഇങ്ങനെ ഇറുക്കിൽ വെച്ച് അടിക്കണ പോലെയുള്ള പാടുകളായിരിക്കും. പിന്നെ നല്ല നീറ്റിലും ഉണ്ടാവും. പിന്നെ തലയിൽ കൂടി ഇങ്ങനെ എണ്ണ ഒഴുകണ അനുഭവവും വളരെ ക്ലാസ് കേൾക്കുന്ന സമയത്തൊക്കെ ഫുൾ ടൈം എന്ത് ചെയ്യണം മഴ പോലെ ശരീരത്തോട് വെള്ളം വീണുകൊണ്ടിരിക്കും. പിന്നെ ദിവികാരനെയും ഈശോന്റെ ആസ്വാദ സമയത്ത് ശരീരത്തോട് നല്ല ഒത്തിരി വെള്ളം വന്ന് വീഴുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയത്ത് ആശീർവാദത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ സമയത്തില്ല ഉച്ച കഴിഞ്ഞാണ് പഠിപ്പിച്ചത്. ആശീർവാദ സമയത്ത് തലയിലേക്ക് കുറെ വെള്ളം വീഴുന്നത് പോലെയുള്ള അനുഗ്രഹം. ഹല്ലേലൂയ. കുർബാന ഒരു അനുഭവമാക്കി മാറ്റണം. കുർബാനയെ സ്നേഹിക്കണം. വിശുദ്ധ കുർബാനയിൽ നമ്മളെല്ലാവരും കെട്ടപ്പെട്ട ജീവിതം നയിക്കണം. ഓരോ പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയെ കണി കണ്ടുടരണം. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഓ ദിവികാരനെ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പിന്നെ ദിവികാരന്റെ ആരാധന സമയത്ത് 2 കൈയുടെ ഉള്ളിലും ഇടത്തെ കാലിന്റെ ഭാഗത്തിലും ആണി ഇറക്കുമ്പോഴത്തെ നല്ല വേദന വരാറുണ്ട്. ഹല്ലേലൂയ. ഈ സഹോദരിക്ക് അവരുടെ കുടുംബം ഏകദേശം 10-15 വർഷം പഴക്കമായി തോന്നുന്നു. അവരുടെ പപ്പ ഇവിടുത്തെ കൗൺസിലറായിരുന്നു. അവരുടെ സഹോദരൻ ഇവിടെ എല്ലാം സ്റ്റേറ്റ് കോർഡിനേറ്ററും അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാനൊക്കെ വരുന്ന ഒരു മകനാണ്. ഷിപ്പിന്റെ ക്യാപ്റ്റനാണ് സഹോദരൻ. ഡ്യൂട്ടി കയറിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചെല്ലാനത്ത് എവിടെയൊക്കെ പോയിട്ട് പോകുന്ന സമയത്ത് ഇവരുടെ കുടുംബത്തിൽ ബ്രദർ ചെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദർ പ്രാർത്ഥിച്ച വെള്ളം അവിടെ തളിക്കുന്നു. അത് രക്തത്തുള്ളികളായി മാറിയിരിക്കുന്നു. പിന്നീട് ഈ മക്കള് അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ജപമാല ചെല്ലാൻ തുടങ്ങിയപ്പോൾ മാതാവിന്റെ രൂപത്തിൽ വെളിച്ചെണ്ണ വരുന്നു. ഹല്ലേലൂയ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പള്ളിത്തോടെന്ന് വന്ന മക്കള് ഒരു ഹിന്ദുവിന്റെ വീട്ടിലാണ്. 2ാമത്തെ ധ്യാനം കഴിഞ്ഞ് പള്ളിത്തോട് ചെന്ന് കഴിഞ്ഞപ്പോൾ മാതാവിന്റെ രൂപത്തിൽ വെളിച്ചെണ്ണ ഒഴുകാൻ തുടങ്ങിയപ്പോൾ അത് കപ്പല്, പാത്രത്തില്, ബക്കറ്റില്, വലിയ ഉരുളിയില് ഇത് കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണ നിലത്ത് വീഴുന്നു, നിറഞ്ഞു കവിഞ്ഞ്. അവിടെ നിന്ന് ഉറവ് വരുന്നു. അണമാലി പെരുന്നാളൊക്കെ ബിഷപ്പുമാര് വരുമ്പോൾ അത് പോയി കാണുന്നു. അനേകം മക്കൾ അത് കാണുന്നു. മേരി മാതാവിന്റെ അത്ഭുതങ്ങളാണ് മക്കളെ. മേരി മേറിക്ക് ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട സംഭവമല്ല, ലക്ഷക്കണക്കിന് ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ കണ്ണീന്ന് കണ്ട് വിശുദ്ധ കൊച്ചുദേശയുടെ കണ്ണീന്ന് നിനക്ക് വയറ് വരെ, പിന്നെ ഈശോയുടെ തിരുപ്പിലാവിൽ നിന്ന് രക്തം, വേളാങ്കണ്ണി മാതാവിന്റെ രൂപത്തിൽ നിന്ന് വെളിച്ചെണ്ണ, മണ്ണുകൊണ്ടുണ്ടാക്കിയ വേളാങ്കണ്ണി മാതാവിന്റെ രൂപത്തിൽ വെളിച്ചെണ്ണ, കട്ട്പീസുകൾ പീസ് അലമാരിക്കുന്ന അതിന്ന് വെളിച്ചെണ്ണ. ആ മകള് 2008 അങ്ങനെ സംഭവം ഉണ്ടായെങ്കിൽ ഒരു 3-4 മാസം മുമ്പ് വന്നപ്പോൾ ആ മകള് കുർബാന സ്വീകരിച്ചു. നമ്മുടെ സഹോദരൻ എന്നെ സക്രാരി ഈ തവണ പാടിയത്, എന്നെ സക്രാരി ഇന്നലെ പാടിയ പാട്ടില് ആ സമയത്ത് മക്കളെ ഇവിടെ ലൈവായിരുന്ന വീഡിയോ. അതുകൊണ്ട് തന്നെ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ റീന മുണ്ടമേലിക്ക് നാവില് എന്ത് സംഭവിച്ചു? യേശുവിന്റെ രക്തവും മാംസവുമായി മാറി. ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ കുമ്പളയിലെ റോസ്മേരിക്ക് അതോടൊപ്പം ഇഷ്ടംപോലെ